അതായത് രാത്രി 1:30 1:45 മുണ്ടക്കൈയിൽ നിന്ന് എനിക്ക് വിളി വരുന്നത്. ഞാൻ അവിടുത്തെ മുൻ വാർഡ് മെമ്പറും കൂടെ ആയിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈ ചേച്ചി മുണ്ടക്കൈ പൊട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ പകച്ചുപോയി. ഞാൻ ചോദിച്ചു എവിടെയാണ് പൊട്ടിയെന്ന്. അപ്പോൾ പറഞ്ഞാൽ അറിയില്ല, അംഗൻവാടീൻ്റെ ഇടയ്ക്ക് വെള്ളമെത്തിയെന്ന്. അംഗൻവാടീൻ്റെ ഇടയ്ക്ക് വെള്ളമെത്തുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു അത്ഭുത പൊട്ടലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് മനസ്സിലായി. പിന്നെ നിരന്തരം ഞാൻ എൻ്റെ അടുത്ത് കോൺടാക്ട് നമ്പർ ഉള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചൂരൽമലയാണ് എൻ്റെ വീട്, സ്കൂൾ റോഡിൽ നിന്ന് എൻ്റെ ആങ്ങളെ വിളിക്കുന്ന ഉരുൾപൊട്ടി വീടൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെച്ചാൽ നിങ്ങളെവിടെയുള്ളതെന്ന് വെച്ചാൽ അച്ഛനെടുത്തിട്ട് ഞങ്ങൾ പറമ്പിൽ മേലെ കയറി നിൽക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വില്ലേജ് റോഡുള്ള എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, ഷൈജ ഞങ്ങളൊക്കെ വീട് പോയി, ഞങ്ങളൊക്കെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ച് നിൽക്കുകയെന്ന്. അപ്പോൾ നമുക്കത് മനസ്സിലാവും. മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി ചൂരൽമല കവർ ചെയ്ത് അട്ടമലയിൽ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അത് എത്ര വലിയൊരു പൊട്ടലാണെന്നും എത്രമാത്രം ആളുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്കറിയാം. ആ സമയം മുതൽ നമ്മൾ മീഡിയാസിനെയും പോലീസിനെയും എല്ലാവരെയും ആ രാത്രിനെ കോൺടാക്ട് ചെയ്തു. നമ്മളടുത്തുള്ള നമ്പർ ഇവരൊക്കെ ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങൾ അങ്ങോട്ട് മാറരുത് ഇങ്ങോട്ട് എനിക്കറിയാം അവിടെ ഉണ്ടാകുന്നൊരു ഉരുൾപൊട്ടിയ ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. കാരണം 2018, 19, 20 നമുക്ക് ആ സൂചന തന്നിട്ടുണ്ട്. 20 മുണ്ടക്കൈ ഉരുൾപൊട്ടി ഞങ്ങളൊക്കെ താമസിക്കുന്ന ഭാഗം, 19 ഉരുൾപൊട്ടി പുത്തുമല. അപ്പോൾ ഇതൊക്കെ നമുക്കറിയുന്ന അന്നൊക്കെ ഞങ്ങൾ ജനപ്രതിനിധികളായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ എടുത്ത മുൻകരുതലുകളും നമുക്ക് അറിയാം. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ ഉറങ്ങാതെ എല്ലാവരുമായിട്ട് കോൺടാക്ട് ചെയ്തിരിക്കുകയും 6:30, 6:45, 7 മണിയുടെ ഉള്ളിൽ ഹോസ്പിറ്റലിലെത്തി ഒരു നിമിഷം നിന്ന് ഞാൻ എവിടേക്കാണ് പോകേണ്ടത്, ഏത് ഏരിയയിലേക്ക് ഞാൻ പോകണം എന്നൊന്നും ആലോചിച്ചൊന്നും പിന്നെ എനിക്ക് തോന്നിയില്ല. ബോഡി കൊണ്ടുവരാൻ നമുക്ക് അനുഭവം ഉണ്ട് 2019. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്കാണല്ലോ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടെ നമ്മൾ കുറച്ച് വോളണ്ടിയർമാരും കുറച്ച് ആളുകളൊക്കെ ഇടപെട്ട് മൃതദേഹങ്ങൾ അവിടെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ. അപ്പോൾ ഇത് കൊണ്ടുവന്ന് ഇവിടെ ഇൻക്വസ്റ്റ് നടത്താനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ബോഡി വരുന്നതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും ബോഡികൾ വന്നതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു 10 ആൾ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ വികൃത രൂപത്തിലാണ്. അവിടെ എനിക്ക് തോന്നി എൻ്റെ സേവനം ഇവിടെ വേണം. കാരണം എനിക്ക് മുണ്ടക്കൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുണ്ടക്കൈയിലുള്ള ഓരോ ജനങ്ങളും നാട്ടുകാരല്ല, എൻ്റെ വീട്ടുകാരാണ്. എന്നെ ഒരു സമയത്ത് ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരാളാണ്. ആ സമയത്തൊക്കെ അവരെ മോളായിട്ടും പെങ്ങളായിട്ടും ഒക്കെ എന്നെ കണ്ട് എന്നെ സംരക്ഷിച്ച് എൻ്റെ കുട്ടികളെ സംരക്ഷിച്ച് കൊണ്ടുവന്ന ആളുകളാണ് മുണ്ടക്കൈ. എനിക്കൊരിക്കലും ഇതൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അത്രയും എനിക്ക് മുണ്ടക്കൈക്കാരുമായിട്ടൊരു കമ്മിറ്റഡ് ഉണ്ട്. അങ്ങനെ നമ്മളവിടെ നിൽക്കുകയും ഓരോ ബോഡി വരുമ്പോഴും ആ ബോഡിയൊക്കെ തിരിച്ചറിഞ്ഞ് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി പോലും അൺനോണായി പോകരുത്. ഇവിടെ കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ബന്ധുക്കളാണ് ഈ രൂപത്തിൽ വരുന്നത്. ഇതൊക്കെ തന്നെ വികൃത രൂപത്തിൽ കണ്ട് തിരിച്ചറിഞ്ഞ് ഒരാളോ അനാഥരായി പോകരുത് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നതുകൊണ്ട് തന്നെ ആ സമയം മുതൽ ഇന്ന് ഈ സമയം വരെ നമ്മൾ ആ ഒരു സ്ഥലത്ത് തന്നെ നിന്നു. നമ്മളെ അത്രയും സ്നേഹിച്ചിരുന്ന നമ്മളെ ആളുകളെ ഈ രൂപത്തിൽ കാണുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായി. അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവരെയൊക്കെ കാണുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വെച്ച് മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത്, ചിലപ്പോൾ അവരെ നെറ്റിയായിരിക്കാം, മുടിയായിരിക്കാം, പിന്നെ അതുപോലെ കാലിൻ്റെ വിരൽ, കയ്യിൻ്റെ വിരൽ, അല്ലെങ്കിൽ അവരെ ഓർണമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഇതൊന്നും വീട്ടുകാർക്ക് പോലും ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മളിത് ഇന്ന ആളാന്ന് പറയുമ്പോൾ അവർ പറയും അല്ല ഷൈ ചേച്ചി ഇത് അതല്ല, പറയും ആണ് മോനെ നോക്കുക, അല്ലെങ്കിൽ ആണ് മോളെ നോക്കുക എന്ന് പറഞ്ഞ് അവരെ നമ്മൾ അടുത്ത് നിർത്തി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും നമ്മളെ ഉള്ളിൽ കരയുക. പക്ഷെ നമുക്ക് അവരെ മുൻപിൽ ഒരിക്കലും അത് കാണിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ കൂടെ നടന്ന് അത്രയും ഞാനവിടെ 5 വർഷം മെമ്പറും 13.5 വർഷം ആശാവർക്കറൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും ഇതിൽ നടന്ന ആളുകളെ മുൻപിലാണ് ഒരു ശരീരത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി പാർട്സ് എന്താണെന്ന് ലൈവായിട്ട് കാണും. ഓരോരുത്തരെ കൊണ്ടുവരുമ്പോഴും അവരെ എന്താ പറയുക, ചില ബോഡികളൊക്കെ അത്ര വികൃതമായിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്വസ്റ്റിനൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ലായിരുന്നു. ഒരാളും അതിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും തയ്യാറല്ലല്ലോ. അപ്പോൾ നമുക്ക് തോന്നി നമ്മളെ സേവന ആവശ്യം. പിന്നെ വരുന്ന വിളികളൊക്കെ ഷൈ ചേച്ചി നിങ്ങളിലാണ് എൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുള്ളത് കൊണ്ടാണ് പുറത്ത് നിൽക്കുന്നത്, ഷൈ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ട് എന്നുള്ളൊരിതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വിളികളായി. അപ്പോൾ നമുക്കൊരു സെക്കൻഡ് പോലും അവിടുന്ന് മാറി നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അന്നതിൽ ഒരു 95% ബോഡികളും നമുക്ക് മനസ്സിലാക്കാനും അവരെ ബന്ധുക്കളെ ഏൽപ്പിക്കാനും അതുപോലെ തന്നെ ഇൻക്വസ്റ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കൂടെ നിന്ന് കൊടുത്തിട്ടും സാക്ഷി ഒപ്പിട്ടിട്ടും എല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ ഇത്രമാത്രം ഉണ്ടായിട്ടുള്ളൂ. ഇതുതന്നെയായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. എന്നെ കൂടെ അല്ലെങ്കിൽ എന്നെ ഒരു സമയത്ത് ഭക്ഷണം തന്ന് എന്നെ പോറ്റിയ ആളുകളാണ് നാട്ടുകാരൊക്കെ, എന്നെ സ്നേഹിച്ച ആളുകളാണ് ആ നാട്ടുകാരൊക്കെ. അവരിൽ ഒരാൾ പോലും അനാഥരായിട്ട് തിരിച്ചറിയാതെ വേറൊരു സ്ഥലത്തേക്ക് പോകരുത് എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത്രയും
ഇത് ചെയ്തത്. ആ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവിടെ ഭയങ്കര തൻ്റേടിയായി എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കണതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നല്ല, നമ്മളാ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയതാണ്. ഓരോരുത്തർ കഴിഞ്ഞ് അടുത്തൊരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് നമ്മളെ സങ്കടമൊക്കെ നമ്മൾ ആരും കാണാണ്ട് മാറി നിന്ന് തീർക്കുകയായിരുന്നു. ശരിക്കും എൻ്റെ വീടൊക്കെ നഷ്ടപ്പെട്ടു. എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും വീട്ടുകാർ സേഫാണെങ്കിൽ പോലും എൻ്റെ കുടുംബത്തിലെ കുറേ ആളുകൾ, എൻ്റെ റിലേറ്റീവ് കുറേ ആളുകൾ മിസ്സായിട്ടുണ്ട്. എൻ്റെ അച്ഛനൊക്കെ ഒരു പാലിയേറ്റീവ് പേഷ്യൻ്റ് എടുത്ത് ഓടി പറമ്പിലാണ് നേരെ വെളുക്കുന്നവരെ എൻ്റെ അച്ഛനെ പിടിച്ച് എൻ്റെ ആങ്ങളെയൊക്കെ നിന്ന്. ഈ സമയം വരെ എൻ്റെ അച്ഛനും അമ്മയും സേഫാണല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവരുണ്ടല്ലോ എന്നുള്ള വിശ്വാസത്തിൽ ഒരു ഫോൺ ചെയ്യാൻ പോലും അവരെ വിളിച്ച് നോക്കാനോ കാണാനോ ഒന്നും പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും രാവിലെ ഒരു ഷൈജേച്ചി അവിടെ ഉണ്ടാവില്ലേന്ന്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശം അത്രയും സൗഹാർദ്ദമായിട്ട് കഴിഞ്ഞിരുന്ന ജനങ്ങളാണ്. അവിടെയാണ് ഇത്രയും വലിയൊരു ദുരന്തം. 2020 ഉരുൾപൊട്ടിയിരുന്നു. പക്ഷെ 3 വീടുകൾ മാത്രം അന്ന് നഷ്ടപ്പെട്ടു. നമ്മൾ തലേ ദിവസം ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രിക്കോഷൻ നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തോ ഒരുപാട് ആളുകൾ ഏതായാലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഇനിയൊരു പുതിയ മുണ്ടക്കൈയായി മാറണം. പിന്നെ കേരളം ആയതുകൊണ്ട് തന്നെ കേരള ജനതയൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസമുണ്ട് എന്തായാലും കേരളം അത് ഏറ്റെടുക്കുന്നും മുണ്ടക്കൈയിലെ മുഴുവൻ ആളുകളെ ഒരു സ്ഥലത്ത് തന്നെ എത്തിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്.